നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഗവൺമെൻറ് ഇതിൻ്റെ അഗെയിൻസ്റ്റ് എന്തെങ്കിലും റെസ്പോൺസ് എടുക്കാൻ പോകുന്നുണ്ടെന്ന്? എൻ്റെ കാഴ്ചപ്പാട് വെച്ച് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏകദേശം 21 സ്റ്റുഡൻസാണ് ഇതിനു വേണ്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്താ നടക്കുകയെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോനം വാങ്ചുക് ആരാന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോനം വാങ്ചുക് ഒരു ഇന്ത്യൻ എഞ്ചിനീയർ ആൻഡ് റിഫോർമറാണ്. ഇപ്പോൾ ഇന്ത്യ നീറ്റ് പേപ്പർ ലീക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം 3 വർഷമായിട്ട്. ഇപ്പോൾ 2026 നീറ്റ് പേപ്പർ ലീക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും പ്രതിഷേധിച്ചിട്ടും നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല രീതിക്കുള്ള റെസ്പോൺസ് പോലും ഇല്ല. കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അയാൾ രാജിവെക്കുക തന്നെ വേണം. കാരണം അയാൾ രാജിവെക്കാത്ത നമ്മളെ ഈ നാട്ടിലെ സ്റ്റുഡൻസിന് ഒരു പുരോഗമനം കിട്ടാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെ നിരാഹാര സമരം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്ത് ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് എന്ത് കാര്യമാണ്? പക്കാ ഡിക്റ്റേറ്റർഷിപ്പ് നടക്കുന്ന അവിടെ. ഒന്നില്ലെങ്കിൽ പണ്ടത്തെ ഹിറ്റ്ലറിൻ്റെ ഒക്കെ പോലത്തെ ഭരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഒരു റെസ്പോൺസ് നമ്മൾ ഗവൺമെൻറ് ഭാഗത്ത് ഒന്നുമില്ല. ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരാണോ ഇനി ആൻറ്റി നാഷണലിസ്റ്റ് ആവണേ? അതോ ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരാണോ ഇനി ആൻറ്റി നാഷണലിസ്റ്റ് ആവുക? ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ് മലയാളത്തിലും പല ഭാഷയിലും കണ്ട് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നത്. എന്തായാലും നമ്മളിതിനൊരു നല്ല ഒരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി മാക്സിമം പ്രൊട്ടസ്റ്റ് ചെയ്യുക, പ്രതിഷേധിക്കുക. ഇത് നല്ലൊരു ഇത് കിട്ടണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് റെസ്പോൺസ് ഇല്ല. നമ്മൾ എന്തൊരു നാട്ടിൽ നമ്മൾ ജീവിക്കണേ? ഇത്രയും ഡെമോക്രാറ്റിക് രാജ്യത്ത് നമ്മൾ ഇഷ്ടമുള്ള ആളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടും നമ്മുടെ നാടിൻ്റെ പുരോഗമനം ഒരു സപ്പോർട്ടില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടമായി പോകുന്ന നിമിഷങ്ങൾ. ശരിക്കും ഇത് കാര്യമുണ്ട്. ഇവന്മാരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു പുരോഗമനം ഇല്ല, ഒരു മുന്നേറ്റവും ഇല്ല. വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു പുരോഗമനം കിട്ടാൻ പോകുന്നില്ല. ഓരോരുത്തർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിന് മുന്നേ നല്ല രീതിക്ക് മുൻകൂട്ടി ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് പുരോഗമനം കിട്ടുമോ, എന്തെങ്കിലും എഡ്യൂക്കേഷനായിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ വർധനം കിട്ടുന്നെങ്കിൽ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അല്ലാതെ ഇങ്ങനത്തെ യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.